നാടിനെ നടുക്കിയ വെഞ്ഞാറമൂട് കൊലപാതകങ്ങൾക്ക് കാരണം ഉണ്ണി മുകുന്ദനാണത്രേ. 100 കോടി ക്ലബിലെത്തിയ ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയാണ് കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകങ്ങൾക്ക് കാരണമെന്ന ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. സിനിമ എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുമെന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇത്തരം സംഭവങ്ങളെന്നാണ് ഉയർന്നുവരുന്ന വാദം. മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള ചിത്രമായിരുന്നു കഴിഞ്ഞ വർഷം അവസാനം തിയേറ്ററിലെത്തിയ മാർക്കോ. ആ ചിത്രം കണ്ടിറങ്ങുന്നവരൊക്കെ കത്തിയെടുത്ത് കുത്താൻ നടക്കുമോ? സൈക്കോളജിക്കൽ സയൻസ് ജേണലിൽ പബ്ലിഷ് ചെയ്ത ദ ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ വയലൻസ് ഓൺ യൂത്ത് എന്ന റിസർച്ച് പേപ്പറിൽ ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. മീഡിയയിൽ വരുന്ന വയലൻസ് രംഗങ്ങൾ ജീവിതത്തിലേക്ക് അനുകരിക്കാൻ തയ്യാറാകും എന്നതാണ് ഈ പഠനം പറയുന്നത്. മാത്രവുമല്ല, ജേണൽ ഓഫ് അമേരിക്കൻ അക്കാഡമി ഓഫ് ചൈൽഡ് ആൻഡ് അഡോളസെന്റ് സൈക്യാട്രി പബ്ലിഷ് ചെയ്ത ദ ഇമ്പാക്ട് ഓഫ് മീഡിയ വയലൻസ് ഓൺ ചിൽഡ്രൻ ആൻഡ് അഡോളസെന്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ക്ലിനിക്കൽ ഇന്റർവെൻഷൻ എന്ന സൂസൻ എം കോളിൻസിന്റെ പഠനത്തിലും കുട്ടികൾക്കിടയിലും അതുപോലെ തന്നെ യുവാക്കൾക്കിടയിലും മീഡിയയിലെ വയലൻസ് എഫക്റ്റ് ചെയ്യുന്നുവെന്ന് സാധൂകരിക്കുന്നുണ്ട്. ഇത്തരം നിരവധി പഠനങ്ങൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. സിനിമയിലെ ഇത്തരം രംഗങ്ങൾ ജീവിതത്തിൽ സ്വാധീനിക്കപ്പെടുമെന്ന് വെളിപ്പെടുത്തുന്നവയാണ് ഇത്തരം പഠനങ്ങളൊക്കെ തന്നെ. അപ്പോൾ മാർക്കോ സിനിമയ്ക്ക് ഈ കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക. 2 മണിക്കൂറിനിടെ 3 വീടുകളിലെത്തി ക്രൂരമായി കൂട്ടക്കൊല. തിങ്കളാഴ്ച വൈകുന്നേരം കേരളം അറിഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു. വെഞ്ഞാറമൂട് പ്രദേശത്തെ മനുഷ്യരാരും ആ ഞെട്ടലിൽ നിന്നും ഇപ്പോഴും മോചിതരല്ല. എല്ലാവരെയും കൊന്നുവെന്ന് പ്രതിയുടെ തന്നെ കുറ്റസമ്മതം. സൗമ്യനായി നാട്ടുകാരോട് പെരുമാറിയ 23കാരൻ കേരളം അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ക്രൂരതയാണ് ചെയ്തിരിക്കുന്നത്. അമ്മയെയും മുത്തശ്ശിയെയും അനിയനെയും അടക്കം 5 പേരെ കൊലപ്പെടുത്തുന്നു. രക്തം തളം കെട്ടിക്കിടക്കുന്ന വീട്. താൻ തന്നെ എല്ലാവരെയും കൊന്നുവെന്ന് സ്റ്റേഷനിലെത്തി പോലീസിനോട് പ്രതി പറഞ്ഞപ്പോൾ അവരും ആദ്യം വിശ്വസിച്ചില്ല. കല്ലറ പാങ്ങോടെത്തി പിതാവിന്റെ അമ്മ സൽമാ ബീവിയെയാണ് ഇയാൾ ആദ്യം തലക്കടിച്ചു കൊല്ലുന്നത്. പിന്നീട് പുല്ലമ്പാറ ആലമുക്കിലെത്തി പിതാവിന്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെയും വെട്ടിക്കൊന്നു. പേരുമലയിലെ വീട്ടിലെത്തി അമ്മ ഷമീന, പെൺസുഹൃത്ത് ഫർഷാന, സ്വന്തം സഹോദരൻ അഫ്സാൻ എന്നിവരെ ആക്രമിച്ചു. ക്യാൻസർ രോഗിയായ ഷമീന ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോടാണ് താൻ 6 പേരെ കൊലപ്പെടുത്തിയെന്ന് പ്രതി പറയുന്നത്. പിതാവിനൊപ്പം വിദേശത്തായിരുന്ന അഫാൻ അടുത്തിടെയാണ് നാട്ടിൽ തിരിച്ചെത്തുന്നത്. കൊലപാതകത്തിന് ശേഷം വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടാണ് പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. കൂട്ടക്കൊലപാതകം നടത്തിയെന്നും താൻ എലിവിഷം കഴിച്ചിട്ടുണ്ടെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയെ പോലീസുകാർ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് 3 പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്കും സന്ദേശങ്ങളെത്തി. അഫാൻ പറഞ്ഞ വിവരങ്ങൾ സത്യമാണോ എന്ന് പോലീസ് ആദ്യം തിരഞ്ഞു. അന്വേഷണത്തിൽ 5 പേരുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. പേരുമലയിൽ 3 പേരുടെ കൊലപാതകം നടന്നുവെന്നാണ് അഫാൻ പറഞ്ഞത്. എന്നാൽ ഇവിടെ 2 പേരെ കൊല്ലപ്പെട്ട നിലയിലും ഒരാളെ ഗുരുതരാവസ്ഥയിലും പോലീസ് കണ്ടെത്തുകയായിരുന്നു. നിശ്ചയിച്ചുറപ്പിച്ച കൊലപാതകങ്ങൾ നടത്താൻ അതിക്രൂര മനസ്സുമായി അഫാൻ എന്ന 23കാരൻ സഞ്ചരിച്ചത് 34ഓളം കിലോമീറ്ററാണെന്ന് ഓർക്കണം. ആ യാത്രയിൽ ഒരിക്കൽ പോലും അയാളുടെ മനസ്സ് മാറിയതേയില്ല. മനസാക്ഷിയെ ഞെട്ടിച്ച വെഞ്ഞാറമൂട് കൊലപാതകത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. അപ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്ന മാർക്കോ സിനിമയും തിരുവനന്തപുരത്തെ കൊലപാതകവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പരിശോധിക്കാം. ഞാൻ കുറച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണിക്കാം. നോക്കൂ, ഇതെല്ലാം ഉണ്ണി മുകുന്ദൻ നായകനായെത്തിയ മാർക്കോ സിനിമയ്ക്കെതിരെയുള്ള പഴികളാണ്. അഫാന്റേത് മാർക്കോ മോഡൽ കൊലയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്ന വിമർശനമാണ്. ഉണ്ണി മുകുന്ദന്റെ ഈ സിനിമ പൊതുസമൂഹത്തിൽ ചർച്ചയായത് വയലൻസിലൂടെ തന്നെയാണ്. 100 കോടി ക്ലബിൽ കയറിയ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് മറ്റൊരു കൊലപാതക പരമ്പരയും നടന്നിട്ടുണ്ടായിരുന്നു. വടക്കൻ പറവൂരിൽ ഋതുവിന്റെ ക്രൂരത മലയാളിയെ ഞെട്ടിച്ച സംഭവമാണ്. അതിനു മുൻപാകട്ടെ ചെന്താമരയുടെ സൈക്കോ കൊലയും. സമൂഹത്തിൽ വയലൻസ് ഉണ്ടാക്കിയ സ്വാധീനത്തിന് തെളിവായി അച്ഛനെ കൊന്ന കിളിയൂരിലെ മകനും വാർത്തകളിലെത്തി. ഇതിനേക്കാൾ എല്ലാം ക്രൂരമായിട്ടാണ് അഫാന്റെ വെഞ്ഞാറമൂട് മോഡൽ വരുന്നത്. ഈ കൊലയ്ക്ക് പിന്നിൽ സിനിമയുടെയോ മറ്റേതെങ്കിലും സംഭവങ്ങളുടെയോ സ്വാധീനമുണ്ടോ എന്ന് പ്രതി പറഞ്ഞിട്ടില്ല. അപ്പോഴും മാർക്കോ സിനിമ കണ്ടവരുടെ മനസ്സിൽ ചുറ്റികയുമായുള്ള അഫാന്റെ ക്രൂരത ഓർമ്മിപ്പിക്കുന്നത് ആ സിനിമയിലെ സീനുകൾ തന്നെയാണ്. കൊല്ലപ്പെട്ട 5 പേരുടെയും മരണകാരണം തലയിലുണ്ടായ മുറിവാണ്. മാരക മുറിവുണ്ടാക്കാൻ ചുറ്റിക കൊണ്ട് അഫാൻ അടിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അമ്മയെ കുത്തുകയായിരുന്നു. കുത്തുകൊണ്ട അമ്മയ്ക്ക് മാത്രമാണ് പോലീസ് എത്തുമ്പോൾ ജീവനുണ്ടായിരുന്നത്. സ്വന്തം വീട്ടിലാണ് 13 വയസ്സുള്ള സഹോദരൻ അഫ്സാനെയും പെൺകുട്ടി ഫർസാനയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 2 മുറിയിലാണ് ഇവർ കിടന്നിരുന്നത്. മറ്റൊരു മുറിയിൽ കുത്തേറ്റ് അമ്മയും. ഈ വീട്ടിലെ ഗ്യാസ് അടക്കം തുറന്നുവിട്ട് ആരെങ്കിലും വന്നാൽ ദുരന്തം ഇരട്ടിയാക്കാനുള്ള പദ്ധതിയും പ്രതി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് വയലൻസ് ആയിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നതാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം.
ഈ അടുത്ത കാലത്തായി മലയാളത്തിൽ ഏറെ പ്രകീർത്തിക്കപ്പെട്ട വിഷയമാണ് വയലൻസ്. അടുത്ത കാലത്തായി പുറത്തിറങ്ങിയ ജോജോ ജോർജിന്റെ പണിയും അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദന്റെ മാർക്കോയും കയ്യടി നേടാനുള്ള പ്രധാന കാരണവും സിനിമയിലെ വയലൻസ് രംഗങ്ങൾ തന്നെയാണ്. മലയാള സിനിമ അത്രത്തോളം പരീക്ഷണം നടത്താത്ത ഒരു ജോണറാണ് വയലൻസ്. വയലൻസ് വരുമ്പോൾ എ സർട്ടിഫിക്കറ്റ് കൂടി സിനിമയ്ക്ക് കിട്ടും. അപ്പോൾ മാർക്കറ്റ് ചെയ്യാനും എളുപ്പമാണ്. മാർക്കോ സിനിമ കണ്ട പ്രേക്ഷക എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള വയലൻസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ക്രൂരവും പൈശാചികവും തന്നെയാണ്. എന്തായാലും സിനിമ റെക്കോർഡ് കളക്ഷനാണ് സ്വന്തമാക്കിയത്. ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ ചിത്രം 100 കോടിയിലേക്ക് എത്തുകയായിരുന്നു. ഹനീഫ് അദീനി ഒരുക്കിയ ചിത്രം മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന ലേബലോടെയാണ് എത്തിയത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു എ സർട്ടിഫിക്കറ്റ് നേടിയ ചിത്രം 100 കോടിയിലധികം കളക്ഷൻ നേടിയെന്ന ഖ്യാതിയും മാർക്കോയ്ക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച മാർക്കോയുടെ തിരക്കഥ ഒരുക്കിയതും ഹനീഫ് അദേനിയാണ്. ഡിസംബർ 20-നാണ് മാർക്കോ റിലീസ് ചെയ്തത്. ആദ്യ ഷോ മുതൽ മികച്ച പ്രകടനം നേടിയ ചിത്രം ബോളിവുഡിലടക്കം ഗംഭീര പ്രകടനം കാഴ്ചവെക്കുകയായിരുന്നു. ബാഹുബലിക്ക് ശേഷം കൊറിയയിൽ റിലീസ് ചെയ്യുന്ന ആദ്യ ദക്ഷിണേഷ്യൻ ചിത്രം എന്ന നേട്ടവും മാർക്കോ നേടിയിട്ടുണ്ട്. ഏപ്രിലാണ് സിനിമയുടെ കൊറിയൻ റിലീസ് നടക്കുക. 5 ഭാഷകളിലായിട്ടാണ് ചിത്രം റിലീസിനെത്തിയത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ് ആയിരുന്നു വിതരണവും നടത്തിയത്. പരുക്കൻ ഗെറ്റപ്പിൽ എല്ലാം തികഞ്ഞൊരു ഗാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണി മുകുന്ദൻ ചിത്രത്തിലുള്ളത്. ഉണ്ണിയുടെയും ജഗദീഷിന്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമാണ് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലേ കിങ്സ്റ്റൺ ചിത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഉണ്ണി മുകുന്ദന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം മാർക്കോ OTT റിലീസിനെത്തിയതോടെയാണ് സമ്മിശ്ര പ്രതികരണം വന്നു തുടങ്ങിയത്. ചിത്രം ഫെബ്രുവരി 14-ന് സോണി ലിവ് പ്ലാറ്റ്ഫോമിലൂടെയാണ് സ്ട്രീം ചെയ്തു തുടങ്ങിയത്. റെക്കോർഡ് തുകയ്ക്കാണ് സിനിമയുടെ സ്ട്രീമിംഗ് അവകാശം സോണി സ്വന്തമാക്കിയതും. ഹനീഫ് അദീനി സംവിധാനം ചെയ്ത ചിത്രം കഴിഞ്ഞ വർഷത്തെ സെൻസേഷൻ ഹിറ്റുകളിൽ ഒന്നായിരുന്നു. 100 കോടി ക്ലബിലെത്തുന്ന ഉണ്ണി മുകുന്ദന്റെ രണ്ടാമത്തെ ചിത്രമാണ് മാർക്കോ. 2022-ൽ പുറത്തിറങ്ങിയ മാളികപ്പുറമായിരുന്നു ആദ്യത്തേത്. റിലീസ് ചെയ്ത മലയാളം, തെലുങ്ക്, തമിഴ്, ഹിന്ദി ഭാഷകളിലെല്ലാം തന്നെ നിറഞ്ഞ സദസ്സിൽ മാർക്കോ പ്രദർശിപ്പിച്ചിരുന്നു. എന്തായാലും മാർക്കോയിലെ വയലൻസ് രംഗങ്ങൾ സമൂഹത്തിൽ പ്രതിഫലിക്കുന്നുവെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ഇതേപോലെ തന്നെയായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ദൃശ്യം സിനിമയും. സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിരുന്ന ജോർജ് കുട്ടി ഒരു കൊലപാതകം ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്ന കഥ പല കൊലപാതകങ്ങളിലും പിന്നീട് ആവർത്തിച്ചു വന്നിട്ടുണ്ട്. വൻ വിജയം നേടിയ ചിത്രം പിന്നീട് പല ഭാഷകളിലും റീമേക്ക് ചെയ്തിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ നടന്ന കൊലപാതകത്തിൽ പോലും ദൃശ്യം റെഫറൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ഉത്തർപ്രദേശിലും സമാനമായ കൊലപാതകങ്ങൾ നടന്നു. ഇടയ്ക്കിടെ ഇത്തരം കൊലപാതകങ്ങൾ കേരളത്തിലും സർവോപരി ഇന്ത്യയിലും സ്വാഭാവികമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിൻ്റെയും പഴി ദൃശ്യത്തിനാണെന്ന് മാത്രം. പക്ഷേ സിനിമ കണ്ട് മാത്രമാണ് സമൂഹം ഇത്തരത്തിൽ ചിന്തിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും നമ്മൾ കരുതരുത്. ഉണ്ണി മുകുന്ദനാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയുന്നവരോടാണ് ഇനി പറയാനുള്ളത്. അദ്ദേഹം ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ജോലി അഭിനയിക്കുക എന്നതുമാണ്. മാർക്കോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നും പറഞ്ഞ് ഈ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെതിരെ തിരിയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ള മനുഷ്യരെ സംബന്ധിച്ച് അവരെ സ്വാധീനിക്കുന്നത് സിനിമയാകണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ പുസ്തകങ്ങളായിരിക്കാം, ചിലപ്പോൾ സീരിയലുകളോ അല്ലെങ്കിൽ സീരീസുകളോ, മറ്റു ചിലപ്പോൾ അധോലോക നായകന്മാരോ ആയിരിക്കാം. എല്ലാം നിർത്തലാക്കാൻ നമുക്കാകില്ലല്ലോ. അതുകൊണ്ട് തന്നെ മാർക്കോ സിനിമയെയും അതിൻ്റെ പ്രധാന കഥാപാത്രങ്ങളെയും ഈ അവസരത്തിൽ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക എന്നതാണ് പറയാനുള്ളത്. കാരണം നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കൗമാരക്കാരായ കുട്ടികൾക്കിടയിൽ പോലും വർദ്ധിച്ചു വരുന്ന ഇത്തരം ആസക്തികൾ പലപ്പോഴും വയലൻസിലാണ് ചെന്ന് കലാശിക്കുന്നത്. അത്തരം വാർത്തകൾ നമ്മൾ നിരന്തരം കാണുന്നതുമാണ്. സംസ്ഥാനം മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെ ഭീഷണിയിൽ മുങ്ങിത്താഴുകയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എറണാകുളം ജില്ലയിലെ സ്ഥിതിഗതികൾ ഗുരുതരമാണെന്നാണ് പോലീസിന്റെ കണക്കുകൾ പറയുന്നത്. 2023 ജനുവരി 1-നും 2024 ജൂൺ 1-നുമിടയിൽ എറണാകുളത്ത് 8567 മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തതായി സംസ്ഥാന നിയമസഭയിൽ പങ്കിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് എറണാകുളത്തിന്റെ മാത്രം കഥയല്ല. കേരളത്തിലെ 14 ജില്ലകളിലും നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായി മാറുകയാണ്. ലഹരി ഉപയോഗം എങ്ങനെ നേരത്തെ തന്നെ കണ്ടുപിടിക്കാമെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. യുവാക്കളും കൗമാരക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി വലയിൽ കുരുങ്ങുന്നതിന്റെ വാർത്തകളാണ് ദിവസവും നമുക്ക് മുന്നിൽ നിറയുന്നത്. മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ വിപരീത ഫലമാണ് സൃഷ്ടിക്കുന്നത്. ഇവ ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ പ്രഭാവം കഴിഞ്ഞാൽ വീണ്ടും അതേ സമ്മർദ്ദം നേരിടേണ്ടിയും വരും. അത് വീണ്ടും മയക്കുമരുന്ന് ഉപയോഗത്തിലേക്ക് നയിക്കും. അങ്ങനെ ഒരു ദൂഷിത ചക്രം സൃഷ്ടിക്കപ്പെടും. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കും. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ദുരുപയോഗ ലക്ഷണങ്ങൾ അറിയാം.
ചുരുങ്ങിയ കൃഷ്ണമണികളും ചോര കണ്ണുകളും, വിളർച്ച, ഭാരക്കുറവ്, ഭക്ഷണം, ഉറക്കം എന്നിവയുടെ രീതിയിൽ മാറ്റം, ശരീരത്തിൽ പോറലുകളും മുറിപ്പാടുകളും, വ്യക്തിശുചിത്വം പാലിക്കാൻ വിമുഖത, കൂട്ടുകെട്ടുകളിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞുമാറിയുള്ള രഹസ്യ സ്വഭാവം, പ്രിയപ്പെട്ടതായിരുന്ന പലതിലും താല്പര്യക്കുറവ്, ഉത്തരവാദിത്തമില്ലാത്ത അവസ്ഥ, ആത്മനിന്ദ, ആത്മവിശ്വാസക്കുറവ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവില്ലായ്മ, അടിക്കടി മാറുന്ന വൈകാരികാവസ്ഥ, അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ, മടി, ക്ഷീണം, രോക്ഷം, ആകാംക്ഷ, വിഷാദം, അപകട സാധ്യതകൾ ഗൗനിക്കാതെയുള്ള എടുത്തുചാട്ടം, സ്വയം ഉപദ്രവിക്കാൻ ശ്രമിക്കുക, അക്രമം, മോഷണം, കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവയെല്ലാം ലക്ഷണങ്ങളാണ്. ഇനി അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് പറയാം. വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ എവിടെയാണെന്നും സമയം ചെലവിടുന്നത് എങ്ങനെയാണെന്നും ശ്രദ്ധിക്കുക എന്നതാണ് ആദ്യത്തെ വഴി. വഴിതെറ്റിക്കുന്ന സന്ദേശങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യുക. വ്യക്തിയുടെ സുഹൃത്തുക്കളെ അറിയുക. അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ആ വ്യക്തിയും ലഹരി പരീക്ഷിക്കാനുള്ള സമ്മർദ്ദം അനുഭവിക്കാം. കൂട്ടുകാരുടെ സമ്മർദ്ദത്തെ ചെറുക്കാനുള്ള വഴികൾ, മയക്കുമരുന്ന് ഓഫറുകൾ എങ്ങനെ നിരസിക്കാം എന്നിവയെക്കുറിച്ച് ഒരുമിച്ച് ചർച്ച ചെയ്യുക. ചികിത്സയിൽ പിന്തുണ നൽകുക. വ്യക്തിയിലല്ല പെരുമാറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അനുഭവ പാഠങ്ങൾ പങ്കിടുക. ശക്തമായ ഒരു ബന്ധം ലഹരിയിൽ നിന്ന് വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ സഹായിക്കുക തന്നെ ചെയ്യും. ആവശ്യമെങ്കിൽ ഡോക്ടറെയോ കൗൺസിലറെയോ മറ്റ് ആരോഗ്യ പ്രവർത്തകരെയോ ബന്ധപ്പെടാവുന്നതാണ്. ചികിത്സാ പദ്ധതികൾ കൃത്യമായിട്ട് തന്നെ നടപ്പിലാക്കുകയും വേണം. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടെങ്കിൽ എന്തായാലും അത് തിരിച്ചറിയുക. അതിനുവേണ്ടി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മാക്സിമം ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.